ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നും ഒരു റെക്കോർഡ് ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നിഫ്റ്റി എൻഡ് ആയിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ 35 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 16,294-ലും സെൻസെക്സിൽ ഏകദേശം 123 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 54,492-ലും ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം 193 പോയിൻറ്റ്സിൻ്റെ ഡൗണോടുകൂടി 35,834-ലുമായിരുന്നു ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഗെയിൻ കൊടുത്തത് മെറ്റൽ, IT, തുടർന്ന് FMCG. ഈ ഒരു 3 സെക്ടറുകളായിരുന്നു പോസിറ്റീവിൽ നിന്നിട്ടുണ്ടായിരുന്നതും. ബാക്കി എല്ലാ സെക്ടറും ഡിക്ലൈനിലായിരുന്നു. അതിൽ തന്നെ PSU ബാങ്ക്, മീഡിയ, റിയാലിറ്റി ഈ ഒരു സെക്ടറുകളായിരുന്നു ഏറ്റവും കൂടുതൽ ലോസും നേരിട്ടത്. ഇനി നിഫ്റ്റിയിലെ അഡ്വാൻസസ് ഡിക്ലൈൻസ് റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ പയ്യെ വീണ്ടും ഒരു ഈക്വൽ ലെവലിലേക്ക് ബാലൻസ്ഡായിട്ട് വരുന്നുണ്ട്. 26 സ്റ്റോക്കുകളാണ് ഇന്ന് ആകപ്പാട് അഡ്വാൻസസിലുണ്ടായിരുന്നത്. ബാക്കി 24 സ്റ്റോക്കുകളും ഡിക്ലൈനിലേക്കും പോയിട്ടുണ്ടായിരുന്നു. ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാൽ എയർടെൽ, ഐഷർ മോട്ടോഴ്സ്, ITC, ടെക് മഹീന്ദ്ര, ടാറ്റ സ്റ്റീൽ ഇവരായിരുന്നു നിഫ്റ്റിയിലെ ടോപ്പ് 5 പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിന്നത്. ഇനി ബ്രോഡർ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു എൻഡിംഗ് ആയിരുന്നു. ഏകദേശം 0.1% ഒരു ഗെയിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്മോൾ ക്യാപ്പിൽ 0.5% മുകളിലുള്ള ഒരു ലോസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇതാണ് ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ പിക്ചറായിട്ട് പറയാനുള്ളത്. ഇനി നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റും പ്രത്യേകിച്ച് രാവിലെ SGX നിഫ്റ്റിയൊക്കെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ട്രേഡിങ്ങിനാണ് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു മൂഡിലായിരുന്നു നിന്നത്. തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റും ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആയിരുന്നു. പിന്നീട് അതിനുശേഷം ഒരു റേഞ്ച് ബൗണ്ടർ ആയിട്ടുള്ളൊരു റാലി ആയിരുന്നു ഉണ്ടായിരുന്നത്. മൊത്തത്തിലൊരു സൈഡ് വൈസിലായിരുന്നു നിന്നത്. അതുമാത്രമല്ല ഇന്നത്തെ ഒരു അഡ്വാൻസ് ഡിക്ലൈൻസ് റേഷ്യോ കാണുന്നത് പോലെ ഒരു ഡോജി പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനോട് കൂടിയാണ് ഇന്ന് നിഫ്റ്റി എൻഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു റാലികൾക്ക് ശേഷം ഇപ്പോൾ ഒരു ചെറിയൊരു പോസ് എടുക്കുന്നത് പോലെയാണ് ഈ ഒരു സമയത്ത് കാണാനുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ട്രെൻഡ് റിവേഴ്സലിന് സാധ്യതകളുണ്ട്, കൺഫർമേഷൻ ഇല്ല. അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പ്രത്യേകിച്ചും നാളെ നോക്കിക്കഴിഞ്ഞാൽ RBIയുടെ ഭാഗത്തു നിന്നുള്ള മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിങ്ങിൻ്റെ ഔട്ട്കം വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റുകൾ നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 6,210 ഈ ഡോജിയുടെ ലോ, അപ്പോൾ അത് ഹോൾഡ് ചെയ്യുന്നിടത്തോളം നമുക്ക് നിഫ്റ്റിയിൽ വീണ്ടും ഒരു ബുള്ളിഷ് റാലി എക്സ്പെക്റ്റ് ചെയ്യാം. അല്ലാത്ത പക്ഷം നമുക്ക് ചെറിയ രീതിയിലുള്ളൊരു കറക്ഷനൊരു സാധ്യതകൾ നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും നമുക്ക് 16,000, 16,100 റേഞ്ചുകൾ ഇനി നിഫ്റ്റിക്ക് ഒരു സപ്പോർട്ട് സോൺസ് ആയിട്ട് ഇനി ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇന്നത്തെ ഹൈ ഏകദേശം 16,344-45 അതിനൊക്കെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും ഒരു റാലി തുടരാനുള്ളൊരു സാധ്യതകൾ നിഫ്റ്റിയിൽ നമുക്ക് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വരുന്ന ദിവസം നാളെ പ്രത്യേകിച്ച് നമുക്ക് RBI മീറ്റിങ്ങിൻ്റെ ഔട്ട്കം നോക്കുക. അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ഒരു അടുത്തൊരു ട്രെൻഡ് കൺഫർമേഷനായിട്ട് വരുന്ന ദിവസങ്ങളൊന്ന് വാച്ച് ചെയ്യുക. ഇനി അടുത്തതായിട്ട് ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ 36,000 മുകളിലേക്കുള്ള ഒരു റാലികൾ കണ്ടിരുന്നുവെങ്കിലും വീണ്ടും ആ ഒരു ഹൈയിൽ നിന്നും ചെറിയൊരു കറക്ഷനാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. എന്നിരുന്നാലും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 35,800 ഏകദേശം നല്ലൊരു ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺസ് ആയിട്ട് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിന് മുകളിൽ ബാങ്ക് നിഫ്റ്റി ഹോൾഡ് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് ഇത് ചെറിയൊരു കറക്ഷനായിട്ട് എടുത്ത് ഇനി അപ്സൈഡിലേക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്കിനി 36,224 മുകളിലേക്ക് ഒരു ബ്രേക്കൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു റാലികൾ പ്രതീക്ഷിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നാളെ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും RBIയുടെ ഔട്ട്കം, MPC മീറ്റിങ്ങിൻ്റെ ഔട്ട്കം ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് കൊടുക്കാൻ പോകുന്ന സെക്ടറും കൂടിയാണ് ഇവർ. അതുകൊണ്ട് തന്നെ നാളെ ബാങ്ക് നിഫ്റ്റിയിൽ വീണ്ടും ഒരു വോളറ്റിലിറ്റി നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും നാളെ ഒന്ന് കോഷ്യസ് ആയിട്ട് മാർക്കറ്റിനൊന്ന് വാച്ച് ചെയ്യുക, പ്രത്യേകിച്ചും ബാങ്ക് സെക്ടറിനെ. ഇനി ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ US ഫ്യൂച്ചേഴ്സൊക്കെ ഒരു പോസിറ്റീവ് മൂഡിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ US മാർക്കറ്റിൽ ഇന്ന് ചെറിയൊരു പോസിറ്റീവ് മൂഡ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. യൂറോപ്യൻ മാർക്കറ്റുകളിൽ ഒരു മിക്സഡ് ട്രെൻഡ് നിലനിൽക്കുന്നു. FTSE 13 പോയിൻറ്റ്സ് ഡൗണിൽ ട്രേഡ് ആവുന്നു. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതലും ഒരു ഡൗൺ സൈഡിലേക്കാണ് കാണിക്കുന്നത്. SGX നിഫ്റ്റി 21 പോയിൻറ്റ്സ് ഡൗണിൽ ട്രേഡ് ആവുന്നു. ഇനി രൂപയുടെ മൂല്യത്തിൽ വീണ്ടും ഡോളറിന് അഗേൻസ്റ്റായിട്ട് ചെറിയൊരു ഗെയിൻ, ഏകദേശം ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള എൻഡിംഗ് എന്ന് പറയാം. 74.17 ട്രേഡ് എൻഡ് ആയിട്ടുണ്ടായിരുന്നത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നമുക്ക് ഇതുവരെ അപ്ഡേറ്റ് ആയിട്ട് കാണുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഡാറ്റ ഒന്ന് ട്രാക്ക് ചെയ്യുക, ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയും. അപ്പോൾ ഇവരും മാർക്കറ്റിനെ എങ്ങനെയാണ് സമീപിച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. എന്നിരുന്നാലും ഗ്ലോബൽ മാർക്കറ്റുകൾ പ്രത്യേകിച്ചും ഏഷ്യൻ മാർക്കറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു സൈഡ് വേ ടു നെഗറ്റീവ് ആ ഒരു മൂഡിലേക്കാണ് ഇപ്പോൾ കാണാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും രാവിലെ SGX നിഫ്റ്റി വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിനെ ബേസ് ചെയ്തുള്ളൊരു ഓപ്പണിംഗ് ഇന്ത്യൻ മാർക്കറ്റുകളിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നാളത്തെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിങ്ങിൻ്റെ ഔട്ട്കമ്മും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മാർക്കറ്റ് അവേഴ്സിന് ശേഷമായിരിക്കും മിക്കവാറും അത് വരിക. അങ്ങനെയാണെങ്കിൽ മൺഡേ, തിങ്കളാഴ്ച നമുക്ക് മാർക്കറ്റിൽ അതിൻ്റെ ഒരു വേരിയേഷൻ, അതിൻ്റെ ഒരു ഇമ്പാക്റ്റുകൾ എക്സ്പെക്റ്റ് ചെയ്യുകയും ചെയ്യാം. ഇനി സ്റ്റോക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ടാറ്റ സ്റ്റീൽ, ടെക് മഹീന്ദ്ര, അതുപോലെ തന്നെ HCL ടെക്നോളജീസ് ഈ ഒരു സ്റ്റോക്കുകളിലൊക്കെ ഒരു ബുള്ളിഷ് മൂവുകൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കുകളെ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക.
അതുപോലെ തന്നെ ഏഷ്യർ മോട്ടോഴ്സ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ സെയിൽസൊക്കെ വന്നതിന് ശേഷം ഒരു ബുള്ളിഷ് മൂവുകൾ ഈ ഒരു സ്റ്റോക്കിൽ കണ്ടു എന്നുള്ളത്. ഇന്ന് വീണ്ടും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഈ ഒരു സ്റ്റോക്കിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒരു ബ്രേക്കൗട്ടുകൾ ഏകദേശം 2787 മുകളിലേക്ക് ബ്രേക്കൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ അടുത്തൊരു റാലികൾ നമുക്ക് ഏഷ്യർ മോട്ടോഴ്സിൽ പ്രതീക്ഷിക്കാം. ഇനി ITCയിലും വീണ്ടും ഒരു തിരിച്ചുവരവ് വരുന്നതായിട്ട് കാണുന്നു. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ വീണ്ടും പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു എൻട്രികൾ തീർച്ചയായിട്ടും ബ്രേക്കൗട്ടുകൾക്കായിട്ട് വാച്ച് ചെയ്യുക. ഏകദേശം 217-18 മുകളിലേക്ക് ബ്രേക്കൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ ITCയിൽ നമുക്ക് അടുത്തൊരു എൻട്രികൾക്കുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഇനി ടാറ്റ പവറിൻ്റെ സ്റ്റോക്കിലും ഒരു ബുള്ളിഷ് മൂവുകളാണ് കാണാനുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെ ഒന്ന് ട്രാക്ക് ചെയ്യുക. ബ്രേക്കൗട്ട് സോണിൻ്റെ അടുത്താണ്. നമുക്കിനി ഒരു 135-135 മുകളിലേക്ക് ബ്രേക്കൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ ടാറ്റ പവറിനും വീണ്ടും ഒരു പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാഷണൽ അലുമിനിയം ഈ ഒരു സ്റ്റോക്കും ഏകദേശം ഒരു ബ്രേക്കൗട്ട് സോണിൻ്റെ അടുത്താണ്. നല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊരു കൺസോളിഡേഷന് ശേഷം വീണ്ടും ഒരു ബ്രേക്കൗട്ടിന് വരുന്നത് പോലെ കാണുന്നു. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെ ഒന്ന് ട്രാക്ക് ചെയ്യുക. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമേ തന്നെ അയൺ എക്സ്ചേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏകദേശം 357 കോടി വർത്ത് ചെയ്യുന്ന പ്രൊജക്റ്റ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അത് ഡിസൈൻ ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഓർഡറുകളിൽ നിന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. ഇനി എയർടെലിനെ സംബന്ധിച്ചിടത്തോളം അവർ എയർടെൽ ഓഫീസ് ഇൻ്റർനെറ്റ് എന്ന പേരിലൊരു യൂണിഫൈഡ് സൊല്യൂഷൻ അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നു. പ്രത്യേകിച്ചും സ്മോൾ ബിസിനസ്സുകൾ അതേപോലെ തന്നെ സ്റ്റാർട്ടപ്പിനൊക്കെ ഒരു ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡിങ് അതിനായിട്ടുള്ളൊരു സൊല്യൂഷനാണെന്നാണ് അപ്ഡേറ്റുകളിൽ കാണാനായിട്ടുള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഗൂഗിൾ ക്ലൗഡുമായിട്ടും അതുപോലെ തന്നെ സിസ്കോ ആയിട്ടും ഒരു പാർട്ട്ണർഷിപ്പിലേക്കും വന്നിരിക്കുന്നു. അതുപോലെ തന്നെ എയർടെലിനെ സംബന്ധിച്ചിടത്തോളം വേറൊരു ന്യൂസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ക്വാർട്ടറുകളിൽ അവർ ചെറിയൊരു താരിഫ് ഹൈക്ക് പ്രൈസ് പ്ലാനിലേക്ക് ഒരു താരിഫ് ഹൈക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകളും ഉണ്ട് എന്നൊരു അപ്ഡേറ്റുകൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും അവരുടെ ആവറേജ് റവന്യൂ പെർ യൂസർ ARPU 200 എത്തിക്കുന്നതിനാണ് ആ ഒരു പ്ലാൻ അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യമിട്ടാണ് ഈ ഒരു താരിഫ് ഹൈക്ക് കൊണ്ടുവരാൻ പോകുന്നതെന്നാണ് അപ്ഡേറ്റുകൾ കാണാനുള്ളത്. അപ്പോൾ ഈ ഒരു ന്യൂസുകളെ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ എയർടെലിൻ്റെ സ്റ്റോക്കിൽ നല്ലൊരു അപ്പ് മൂവുകൾ കാണാനുണ്ടായിരുന്നു. നിഫ്റ്റിയിലൊരു ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സും ഇവരായിരുന്നു. ഇനി Greenply ഇൻഡസ്ട്രീസ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഗുജറാത്തിൽ ഏകദേശം 548 കോടി വർത്ത് ചെയ്യുന്ന ഒരു പ്ലാന്റ് MDF നിർമ്മാണ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നിർമ്മിക്കുന്നതോടുകൂടി അവരുടെ ഈ ഒരു പ്ലാന്റിൽ നിന്നും ഏകദേശം വർഷത്തിൽ 600 മുതൽ 650 കോടിയുടെ റവന്യൂ സാധ്യമാകുമെന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് Greenply ഇൻഡസ്ട്രീസിന് ഒരു പോസിറ്റീവ് ന്യൂസായിട്ട് നിലനിൽക്കുന്നു. ഇനി ടൈറ്റാനിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം അവർ ഏകദേശം 34 തനിഷ്കിൻ്റെ ജ്വല്ലറി സ്റ്റോർ ഓപ്പൺ ചെയ്യാനായിട്ട് പദ്ധതി ഇടുന്നുണ്ട്. അതുമാത്രമല്ല അവരുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്കും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു വെഡ്ഡിംഗ് സീസണും ഉണ്ടാകാനുള്ള സാധ്യതകളും അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ സെയിൽസിലൊക്കെ വീണ്ടും ഒരു തിരിച്ചുവരവ്, പ്രത്യേകിച്ചും ഇന്ന് ഇവരുടെ ജ്വല്ലറി സെയിൽസിലായിരുന്നു റിസൾട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് തുടരാനുള്ളൊരു പ്രതീക്ഷകളാണ് അല്ലെങ്കിൽ അതിന് മുന്നിൽ കണ്ടുള്ളൊരു പദ്ധതികളാണ് ഇവർ ലക്ഷ്യമിടുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ഇത് ടൈറ്റാൻ ഒരു ഗുഡ് ന്യൂസ് ആയിട്ട് വരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഇനി ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ജാഗോർ ലാൻഡ് റോവർ UKയുടെ സെയിൽസ് ജൂലൈ മന്തിൻ്റെ സെയിൽസ് റിപ്പോർട്ട് പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നു. ടോട്ടൽ UK സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ JLRൻ്റെ ടോട്ടൽ UK സെയിൽസ് നോക്കിയാൽ 46% ഇടിവാണ് അവർക്കുണ്ടായിരിക്കുന്നത്. 4528 യൂണിറ്റ്സിൻ്റെ സെയിൽസാണ് ഈ ജൂലൈയിൽ റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ 8476 യൂണിറ്റ്സിൻ്റെ സെയിൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ജാഗോർ മാത്രം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 53% ഡിക്ലൈനും ലാൻഡ് റോവറിൽ നോക്കിക്കഴിഞ്ഞാൽ 43% ഡിക്ലൈനും ഇയർ ഓൺ ഇയറിൽ അവർക്കുണ്ടായിരിക്കുന്നു. ഇനി സുസുക്കി മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സെമി കണ്ടക്ടർ ഷോർട്ടേജും അതുപോലെ തന്നെ പ്രൊഡക്ഷനുള്ള റോ മെറ്റീരിയലിൻ്റെയൊക്കെ വിലവർദ്ധനവ് കാരണം അവരുടെ ഈ ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഗൈഡൻസൊക്കെ അവർ വീണ്ടും കട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ന്യൂസ് വന്നതിനെ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് മാരുതി സുസുക്കിൻ്റെ സ്റ്റോക്കിലൊക്കെ ഒരു ഡിക്ലൈനുകൾ കാണാനായിട്ടുണ്ടായിരുന്നു. ഇനി ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജൂലൈയിൽ നല്ലൊരു സ്റ്റീലിൻ്റെ സെയിൽസിൽ നല്ലൊരു റിക്കവറി ഉണ്ടായതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സ്റ്റീൽ സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇയർ ഓൺ ഇയറിൽ 5% വർധനവും മന്ത് ഓൺ മന്ത് നോക്കിക്കഴിഞ്ഞാൽ 21% വർധനവും ഉണ്ടായി എന്നാണ് കമ്പനിയുടെ അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി Q1 റിസൾട്ടുകളിലേക്ക് വരുമ്പോൾ RECൻ്റെ Q1 നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റിൽ 22% വർധനമുണ്ടായിരിക്കുന്നു. 2246 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം ജൂൺ ക്വാർട്ടറിൽ അവർക്ക് 1839 കോടിയായിരുന്നു നെറ്റ് പ്രോഫിറ്റായിട്ട് നിന്നത്. റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 18% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി എസ്കോർട്സിലേക്ക് വരുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ ഒരു വർധനവ് ഏകദേശം 1 മടങ്ങിനടുത്തുള്ളൊരു വർധനവ് ഉണ്ടായിരിക്കുന്നു.
178 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ 92 കോടിയായിരുന്നു നിലനിന്നത്. ഇൻകത്തിലും നല്ലൊരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. 1701 കോടി ഇൻകം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ അവർക്ക് 1089 കോടിയായിരുന്നു ഇൻകമായിട്ട് നിന്നത്. ഇനി ഗെയിലിലേക്ക് വരുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ അവർക്കും നല്ലൊരു വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. 2157 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ അവർക്ക് 642 കോടിയായിരുന്നു നെറ്റ് പ്രോഫിറ്റായിട്ട് നിന്നത്. ഇൻകം നോക്കിക്കഴിഞ്ഞാൽ അവിടെയും അവർക്കൊരു വർധനവാണ്. കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ 12,339 കോടി നിന്നെടുത്ത് 17,702 കോടിയായിട്ട് റവന്യൂ ഉയർന്നിരിക്കുന്നു. ഇനി ഇപ്ക ലബോറട്ടറീസിലേക്ക് വരുമ്പോൾ 307 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അവർക്കൊരു ഡിപ്പാണ് ഇയർ ഓൺ ഇയറിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ 446 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് നിലനിന്നിട്ടുണ്ടായിരുന്നു. ഇൻകം നോക്കിക്കഴിഞ്ഞാൽ 1566 കോടി ഇൻകമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ 1534 കോടിയായിരുന്നു ഇൻകമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഹിൻഡാൽക്കോയെ സംബന്ധിച്ചിടത്തോളം അവരുടെ US കമ്പനി നോവലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു Q1 ബിസിനസ് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ നെറ്റ് ഇൻകത്തിൽ ഏകദേശം 597% വർധനവാണ് ഇയർ ഓൺ ഇയർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. $303 മില്യൺ ആണ് നെറ്റ് ഇൻകമായിട്ട് ഇവരുടെ ഒരു Q1 ബിസിനസ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. ഇനി റിലയൻസ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം അവർ പോളി എത്തിലീൻ ടെറാഫ്തലേറ്റ് PETയുടെ റീസൈക്ലിംഗ് കപ്പാസിറ്റി അത് ഡബിളാക്കാൻ പോകുന്നു എന്നൊരു അപ്ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ആന്ധ്രാപ്രദേശിൽ അവരുടെ ഒരു PFS ഫെസിലിറ്റി നിർമ്മിക്കുന്നത് വഴിയായിട്ട് അവരുടെ PET റീസൈക്ലിംഗ് കപ്പാസിറ്റി രണ്ട് മടങ്ങാക്കാൻ പോകുന്നു എന്നാണ് അപ്പോൾ കാണിച്ചിരിക്കുന്നത്. തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് റിലയൻസിൻ്റെ സ്റ്റോക്കിലും ഒരു അപ്പ് മൂവുകൾ കാണാനുണ്ടായിരുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നോക്കിയതായിരുന്നു വോഡാഫോൺ ഐഡിയയുടെ ഭാഗത്ത് നിന്ന് വന്ന അപ്ഡേറ്റ്. അവരുടെ ചെയർമാൻ്റെ ഭാഗത്ത് നിന്ന് വന്നൊരു കമൻട്രികളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ന്യൂസിനെ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്കിൽ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ഏകദേശം 40% മുകളിലുള്ള ഡിക്ലൈനുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വേറൊരു ന്യൂസ് ശ്രദ്ധയിൽപ്പെട്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഐഡിയ കമ്പനിക്ക് എന്തെങ്കിലും രീതിയിലുള്ളൊരു ഇടിവോ അല്ലെങ്കിൽ അവർ നഷ്ടത്തിലേക്ക് പോവുകയോ കമ്പനി പൂട്ടിപ്പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇമ്പാക്റ്റ് കൊടുക്കാൻ പോകുന്ന കുറച്ച് ബാങ്കുകളും ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇവർ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 28,700 കോടിയോളം രൂപ പല ബാങ്കുകളിൽ നിന്നായിട്ട് വായ്പ എടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്ന ബാങ്ക് നോക്കിക്കഴിഞ്ഞാൽ SBI ആണ്. ഏകദേശം 11,000 കോടിയാണ് ഐഡിയ SBIയിൽ നിന്നും വായ്പയായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് യെസ് ബാങ്ക് ആണ്, ഏകദേശം 4,000 കോടി. അതുമാത്രമല്ല യെസ് ബാങ്കിൻ്റെ ടോട്ടൽ ലോൺ ബുക്കിൽ യെസ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ടോട്ടൽ ലോൺ ബുക്കിൻ്റെ 2.4% ലോണും വോഡാഫോൺ ഐഡിയയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇൻഡസിൻ ബാങ്കിൻ്റെ അടുത്ത് ഇവർക്ക് ഏകദേശം 3,500 കോടി ലോണായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമാത്രമല്ല ഇതിന് പുറമെ നോക്കിക്കഴിഞ്ഞാൽ IDFC ഫസ്റ്റ് ബാങ്ക് ആയിരിക്കും ഇതിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഒരു ഇമ്പാക്റ്റ് വാങ്ങാൻ പോകുന്ന കമ്പനിയായിട്ട് നിലനിൽക്കുന്നത്. കാരണം IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ടോട്ടൽ ലോൺ ബുക്കിൽ 2.9% ഇവർ കൊടുത്തിരിക്കുന്നത് ഐഡിയയ്ക്കാണ്. അപ്പോൾ വോഡാഫോൺ ഐഡിയ കമ്പനിക്ക് എന്തെങ്കിലും ഒരു പണി കിട്ടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അവർ കൊളാപ്സ് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബാങ്കുകൾ, പ്രത്യേകിച്ചും SBI, യെസ് ബാങ്ക്, ഇൻഡസിൻ ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്, ഈ ഒരു ബാങ്കുകളുടെ ഓഹരികളിലും ഇമ്പാക്റ്റുകൾ വരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാങ്കുകളും നിങ്ങൾ ഐഡിയയുടെ ന്യൂസിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് വായിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി IPOയുടെ ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കൃഷ്ണ ഡയഗ്നോസ്റ്റിക്സിൻ്റെ IPO ഇന്ന് ഡേ 2-ൽ 5.4 മടങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷനാണ് ഇപ്പോൾ ടോട്ടലായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എക്സാരോ ടൈൽസിലേക്ക് വരുമ്പോൾ 10.3 മടങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷനും, ദേവയാനി ഇൻ്റർനാഷണൽ 6.6 മടങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷനും, വിൻക്ലാസ് ബയോടെക്കിൽ 7 മടങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷനും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ അടുത്ത ആഴ്ച ഓപ്പൺ ചെയ്യാൻ പോകുന്ന കെംപ്ലാസ്റ്റ് സാൻമാറിൻ്റെ IPO അവർ പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. 530 മുതൽ 541 രൂപ പെർ ഷെയറിലാണ് പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ന്യൂസുകളും സ്റ്റോക്കുകളും നിങ്ങളുടെ അനാലിസിനായിട്ട് മാത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.